ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള പഴംപൊരിയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ പഴംപൊരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ചെറിയ ചെറിയ ട്രിക്സും ടിപ്സൊക്കെ യൂസ് ചെയ്താൽ നമുക്കും ഉണ്ടാക്കാം ചായക്കടയിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി. അപ്പോൾ വീഡിയോ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷറിംഗ് കപ്പിനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഫസ്റ്റിലേ ചേർക്കരുത്, കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് ലൂസാവാതെ മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ലെവലിൽ തന്നെ നമുക്ക് കിട്ടുക. നമ്മൾ പഴം കോട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് നന്നായിട്ട് പിടിച്ചിരിക്കണം ആ മാവ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3 ഏത്തപ്പഴമാണ്, നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴുത്ത ഏത്തപ്പഴമാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതാ ഇതുപോലെ മുക്കിയെടുക്കാം. അപ്പോൾ മുക്കിയെടുക്കുന്ന ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒന്ന് കോട്ടായിട്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന പഴംപൊരി എന്ന് പറഞ്ഞാൽ നീളത്തിൽ സ്ലൈസ് ചെയ്തായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, കനം കുറച്ചിട്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പഴവും നമുക്ക് മാവിൽ മുക്കി ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ 1, 2 അല്ലെങ്കിൽ 3 ഇട്ട് കൊടുക്കാം, ആ പാനിൻ്റെ അനുസരിച്ച്. ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ട് അത് കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി ഓരോ സൈഡും വേവുന്ന അനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ചെറിയ ടിപ്സൊക്കെ യൂസ് ചെയ്താൽ നമുക്കും ഉണ്ടാക്കാം ചായക്കടയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി. അപ്പോൾ ഞാനിനി ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മഴ സമയത്ത് എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ആയിരിക്കും പഴംപൊരി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.